ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ചാനൽ. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് പ്രീമിയറിനകത്ത് എങ്ങനെ ടൈറ്റിൽ കൊടുക്കാമെന്നാണ്. പ്രീമിയറിൽ നമ്മൾ മുമ്പ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടൈറ്റിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈറ്റിൽ ചെയ്യുന്നതെന്നൊക്കെയാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന വെർഷനിലെല്ലാം, അതായത് ഒരു 2016 തൊട്ട് നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് നമുക്ക് ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. മുമ്പൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ടെസ്റ്റ് ടൂളാക്കിയിട്ട് ടൈപ്പ് ടൂൾ ആക്കിയിട്ട് തന്നിരിക്കുകയാണ്. നമുക്ക് സാധാരണ രീതിയിൽ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ടെസ്റ്റ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ടൈപ്പ് ടൂൾ എടുത്ത് നമ്മുടെ പ്രോഗ്രാം വിൻഡോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സാമ്പിൾ ടെസ്റ്റ് കൊടുക്കാം. ഒരു ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ എഫക്ട്സ് കൺട്രോൾ ആവശ്യമുണ്ട്. നമുക്ക് സാധാരണ രീതിയിൽ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ ടെസ്റ്റിന് സെലക്ഷൻ വരുന്നതാണ്. നമുക്ക് ഇതിൻ്റെ എഫക്ട്സ് കൺട്രോൾ എടുക്കാൻ വേണ്ടി നമ്മുടെ ടൈം ലൈനിലുള്ള അതിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എഫക്ട്സ് കൺട്രോൾ കിട്ടുന്നതാണ്. അതിനകത്ത് എഫക്ട്സ് കൺട്രോളിൻ്റെ അകത്ത് തൊട്ട് താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ടെസ്റ്റിൻ്റെ എല്ലാ അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓപ്ഷൻ കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് നമുക്കിവിടെ കാണാം, നമുക്ക് ടെസ്റ്റിന് അതിൻ്റെ ഫോണ്ട് ഏത് വേണമെങ്കിലും ഫോണ്ട് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വലിപ്പം, അതായത് സ്കെയിൽ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് പഴയതിലും നമുക്ക് കൂടുതൽ എളുപ്പമാക്കി തന്നിരിക്കുകയാണ് പുതിയ വെർഷനിലെല്ലാം. നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് സൈഡിൽ തന്നെ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സ്ട്രോക്ക്, ഷാഡോ, ഇതെല്ലാം സ്ട്രോക്കും ഷാഡോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ തന്നെ അതിൻ്റെ നമുക്ക് ഗ്രാഫിക്കൽ രീതിയിലും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും, അതായത് നമ്മൾ കൊടുക്കുന്ന ഷാഡോ സ്ട്രോക്കിനൊക്കെ നമുക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളും എല്ലാം നമുക്ക് തൊട്ട് താഴെ തന്നെ അലൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ടൈം ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ടൈം ടെസ്റ്റ് എവിടെ നിന്ന് എവിടെ വരെ വേണം എന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു. നമ്മൾ ആഫ്റ്റർ എഫക്ട്സുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് എങ്ങനെ ടൈറ്റിൽ ചെയ്യാമെന്നൊക്കെ. നമുക്ക് അതിന് പകരമായിട്ട് നമ്മൾ പുതിയതായിട്ട് നമുക്ക് പ്രീസെറ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ പ്രീസെറ്റ് പുതിയ വെർഷനിലൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എങ്ങനെയാണ്, നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റെഗുലർ നമുക്ക് ഏത് വേണം, അതായത് നമ്മുടെ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് തൊട്ട് സൈഡിൽ തന്നെയുണ്ട്. നമുക്ക് ക്യാപിറ്റൽ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂട്ടാനും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുണ്ട്. അത് എവിടുന്ന് എവിടം വരെ വേണമെന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. നമുക്ക് ഇതാണ് സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ വീഡിയോയ്ക്ക് ടൈറ്റിൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ആനിമേഷനൊക്കെ കൊടുക്കുകയും പരിപാടിയൊക്കെ. ഇപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു പുതിയൊരു വിൻഡോ ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കല്ലാതെ തന്നെ നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് കാര്യമാണോ കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫക്റ്റ് ആണെങ്കിൽ എഫക്റ്റിൻ്റേത്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആണെങ്കിൽ നമുക്ക് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ, അതായത് കൂടുതൽ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒന്നെങ്കിൽ വിൻഡോയിൽ എന്ന് വർക്ക് സ്പേസിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ നമ്മുടെ വിൻഡോയുടെ തൊട്ട് മുകളിൽ തന്നെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് കളർ, എഫക്ട്സ്, ഓഡിയോ, ഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്നതിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിൻഡോ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത ടെസ്റ്റാണ്. ഞാൻ കുറച്ചുകൂടി ക്ലസ്റ്റർ ഒന്ന് നീക്കി വെച്ച് നമുക്ക് തൊട്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സാധിക്കും ഒരുപാട് പ്രീസെറ്റും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്ത് വെച്ച് നമുക്ക് നമ്മൾ അതിൻ്റെ എഫക്ട്സ് കൺട്രോളിൽ നമുക്ക് വേണ്ട ടെസ്റ്റ് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് വലിച്ചിട്ട് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്തുവെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഫോണ്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ചൊരു വാണിംഗ് നമുക്ക് വരും. കാരണം നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫോണ്ട് ഉണ്ടാവണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളത് ക്യാൻസൽ കൊടുക്കുക. നമ്മൾ എന്തായാലും നമ്മൾ മാനുവലി എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ക്യാൻസൽ കൊടുക്കുക.
അപ്പോൾ കാണാൻ പറ്റും കൊടുത്തിരിക്കുന്ന ഫോണ്ടിൽ, അതായത് ഒരു മെയിൻ ടെക്സ്റ്റും ഉണ്ട്, ഒരു ചെറിയ ടെക്സ്റ്റ് എന്ന് അതിൻ്റെ അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ചെറുത് കാണും. നമുക്ക് അത് കൊടുത്തിരിക്കുന്ന പ്രീസെറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എഡിറ്റിലേക്ക് പോകും. അല്ല എങ്കിൽ ബ്രൗസിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ എഡിറ്റ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് മാനുവലി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് എഫക്ട്സ് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുക്കാം. അല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ലൈൻ, അതായത് മെയിൻ ഹെഡിങ്ങിൻ്റെ നമുക്കിവിടെ ആ ടെക്സ്റ്റിൻ്റെ എഫക്ട്സിൽ തന്നെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ലൈന് ഏതാണോ നമ്മുടെ ടെക്സ്റ്റ് ഏതാണെന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഫസ്റ്റ് സെലക്ഷൻ കൊടുക്കുകയാണ്. മുമ്പേ നമ്മൾ ആദ്യത്തെ പ്രീസെറ്റ് അല്ലാതെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിന് സെലക്ഷൻ കൊടുക്കുക, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ടെക്സ്റ്റിന് നമുക്ക് സെലക്ഷൻ കൊടുത്ത് ടൈപ്പ് ചെയ്യാം. കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളെല്ലാം തൊട്ട് താഴെ തന്നെ നമുക്ക് ഏത് ഫോണ്ട് വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏത് ഫോണ്ടിലേക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ടെക്സ്റ്റിനും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന പ്രീസെറ്റാണ്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റേത് ആയിട്ട് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതായത് ന്യൂ പാക്കേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ചെറിയ പ്രീസെറ്റ്. നമുക്കറിയാം, നമ്മൾ ഒരു ലൈവ് പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മളിരുന്ന് കഷ്ടപ്പെട്ട് ടൈറ്റിലൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. നമുക്കതിനൊക്കെ എളുപ്പമാക്കിയിട്ട് പുതിയ പ്രീമിയറിൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാനൊരു പുതിയ ന്യൂ പാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുകയാണ്. അതിനകത്ത് തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഒരുപാട് പ്രീസെറ്റ് ഉണ്ട്. ഇത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് കൊടുത്തിടുക. നമുക്ക് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഫൂട്ടേജ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഡിറ്റ് ആക്കാൻ പറ്റാത്ത, അല്ല എങ്കിൽ നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട് അതൊക്കെ എങ്ങനെ ചെയ്യുക എന്ന്. അപ്പോൾ അതിൽ എളുപ്പമാക്കിയിട്ട് നമുക്ക് പുതിയ പ്രീമിയറിൽ പ്രീസെറ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഡിറ്റബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഏത് സാധനം വേണമെങ്കിലും വലിച്ച് ടൈം ലൈനിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ കിട്ടുന്നതാണ്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് പുതിയ പ്രീമിയറിൽ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കളറും കാര്യങ്ങളെല്ലാം തൊട്ട് താഴെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കൊടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എഡിറ്റബിൾ ആണ്. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഏത് കളർ വേണമെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ അതിൻ്റെ ഷേപ്പിനെ എല്ലാം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഓക്കെ, ഇതനുസരിച്ച് ഇത് മാറുന്നതാണ്. ഇതൊക്കെ ഒരുപാട് പ്രീസെറ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയ്ക്കകത്ത് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ചെറിയ മോഷൻ ഗ്രാഫിക്സിൻ്റെ എല്ലാം, നമുക്ക് സ്പോർട്സിൻ്റെ ഇതെല്ലാം എഡിറ്റബിൾ ആണ്. നമുക്ക് കൂടുതൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ പുതിയ പ്രീമിയറിൽ നമുക്ക് തന്നിട്ടുണ്ട്. പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ചെറിയ ആനിമേഷനും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കൂടുതൽ ടൈറ്റിലും കാര്യങ്ങളുമൊക്കെ പുതിയ പ്രീമിയറിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പുതിയ പ്രീമിയറിൽ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, നമ്മുടെ ഏത് ലെയറിൻ്റെ അകത്താണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് വീഡിയോയുടെ മേളിലാണോ അത് വേണ്ടതെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് വലിച്ചിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് പുതിയ പ്രീമിയറിൽ നമുക്ക് ടൈറ്റിൽ, അതായത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഗ്രാഫിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.